മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കിയുള്ള വി.ജി. റാംജി ബിൽ ലോക്സഭയിൽ ബില്ലിൽ പരമാവധി ചർച്ച നടത്താമെന്ന് സ്പീക്കർ വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, വലിയ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണോ ചർച്ച? അസിത, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ബില്ല് എത്രയും പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുക എന്നൊരു തീരുമാനം തന്നെയാണുള്ളത്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകളാണ് ലോക്സഭയുടെ പരിഗണനയിലേക്ക് എത്തിയത്. ആദ്യം ഇന്ന് ലോക്സഭയിൽ എത്തിയത് ശാന്തി ബില്ലായിരുന്നു. അതായത് രാജ്യത്തെ ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശാന്തി ബില്ല് ഇന്ന് ലോക്സഭയിൽ പാസ്സാക്കിയിരുന്നു. ഏകദേശം 5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് പ്രതിപക്ഷ പ്രതിഷേധം വയ്ക്കാതെ ശബ്ദ വോട്ടോടുകൂടി ശാന്തി ബില്ല് പാസ്സാക്കുന്ന സമീപനം ലോക്സഭയിൽ സ്വീകരിച്ചത്. ഇന്ന് പ്രതിപക്ഷമൊക്കെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ശാന്തി ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെയാണ് ഇത്തരത്തിൽ ശാന്തി ബില്ല് പാസ്സാക്കുന്ന ഒരു നിലപാട് ലോക്സഭയിൽ ഉണ്ടായത്. എന്തായാലും അതിന് പിന്നാലെയാണ് 5:45 കൂടിയാണ് ഇത്തരത്തിൽ ഏറെ പ്രതിഷേധം ശക്തമായി നിലനിൽക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും അതോടൊപ്പം തന്നെ ഘടനയും മാറ്റുന്ന വി.ജി. റാംജി ബില്ല് ഇപ്പോൾ സഭയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ബില്ല് ചർച്ചയ്ക്ക് വന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അതായത് പ്രതിപക്ഷം ചോദിച്ചത് എത്ര സമയം ഈ വിഷയത്തിൽ ചർച്ച അനുവദിക്കുമെന്ന ഒരു ആവശ്യമാണ് ഒരു കാര്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. എന്തായാലും സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്നും എത്ര സമയം വേണമെങ്കിലും, അതായത് പരമാവധി ചർച്ചയ്ക്ക് സമയം അനുവദിക്കാം, സഭയിൽ 300-ലധികം അംഗങ്ങൾ ഉണ്ടെങ്കിൽ 10 മണിക്കൂർ ചർച്ചയ്ക്ക് സമയം അനുവദിക്കാമെന്നതാണ് എന്തായാലും സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷേ അത്തരത്തിൽ ചർച്ച നീളുകയാണെങ്കിൽ കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി നാളെ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നൊരു കാര്യം കൂടി സ്പീക്കർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായിട്ടുള്ള ജയപ്രകാശാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്തായാലും മോദി സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അംഗം ജയപ്രകാശ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗാന്ധി എന്ന പേരിനോട് മോദിക്ക്, പ്രധാനമന്ത്രിക്ക് വലിയ അസ്വസ്ഥതയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗാന്ധി എന്ന് വരുന്ന പേരുകൾ, മഹാത്മാഗാന്ധി എന്ന പേരടക്കം മാറ്റുന്നത്. എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ജയപ്രകാശിൻ്റെ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മോദി സർക്കാർ കർഷക വിരോധികളായിട്ടുള്ള സർക്കാരാണ്, ദളിത് വിരോധികളായിട്ടുള്ള സർക്കാരാണ്. അത്തരത്തിൽ അടിസ്ഥാന വർഗങ്ങൾക്ക് എതിരെ എല്ലാം അത്തരം വിരോധം വെച്ചു പുലർത്തുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ എന്ന ഒരു വിമർശനം കൂടി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും മോദി സർക്കാരിനെ സംബന്ധിച്ച് ഈ ബില്ലിൻ്റെ പേരും ഘടനയും മാറ്റിക്കൊണ്ടുള്ള റാംജി ബില്ല് എത്രയും പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുക എന്ന ഒരു നിലപാട് തന്നെയാണുള്ളത്. അസിത.